അത് എല്ലാ സിനിമകൾക്കും. ഇപ്പം നമ്മൾ പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ? ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സൊക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട്, സർക്കാരിനെ ബാധിക്കുന്നില്ലേ? എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ? തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ? എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര പോഷട്ടോ ആണ്, ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? വ്യക്തിഹത്യാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അതല്ലല്ലോ.